ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. വെൽക്കം ടു സന്ധ്യാസ് വ്ലോഗ്സ്. ഞാനിവിടെ എവിടെയാണെന്നറിയോ വന്നിരിക്കുന്നത്? ഇത് നമ്മുടെ എറണാകുളത്തപ്പൻ ഗ്രൗണ്ടിലാണ്. ഇവിടെ ഡിസ്നി ലാൻഡ് ഷോസ് നടക്കുവാണ് കേട്ടോ. പെരുന്നാളും വിഷുവും വെക്കേഷനും അടിപൊളിയാക്കാനായിട്ട് ഇതാ ഇവിടെ എറണാകുളത്തപ്പൻ ഗ്രൗണ്ടിൽ ഡിസ്നി ലാൻഡ് ഷോ ആരംഭിച്ചിരിക്കുന്നു. മെയ് 4 വരെ നീണ്ടു നിൽക്കുന്ന ഈ ഒരു അടിപൊളി ഷോ ഉദ്ഘാടനം ചെയ്തത് മലയാള സിനിമയിലെ പ്രശസ്ത നായികയായ അനു സിത്താരയാണ്. വണ്ടിയെല്ലാം നമ്മൾ പാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഈ ഭാഗത്തൊന്നും പാർക്കിംഗ് ഇല്ല, തൊട്ടിപ്പുറത്തെ സൈഡിലാണ്. അപ്പോൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത ശേഷം നമ്മളിത് ടിക്കറ്റ് എടുക്കാനായിട്ട് വന്നതാണ്. ഇവിടെ ടിക്കറ്റ് റേറ്റ് ഒരാൾക്ക് 100 രൂപയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തു. എന്നിട്ട് ഡിസ്നി വേൾഡിലേക്ക് പ്രവേശിക്കുകയാണ്. ശരിക്കും ഒരു ഡിസ്നി വേൾഡ് എങ്ങനെയാണ്, നമ്മുടെ മനസ്സിലൊരു രൂപം ഉണ്ടല്ലോ, അതല്ലെങ്കിൽ തന്നെ നമ്മളെ കുട്ടിക്കാലത്ത് കണ്ടു മറന്ന ചില കാർട്ടൂണുകളിലെ ആ ഒരു പ്രതീതി തന്നെയാണ് ഇവിടെയുള്ളത്. മിക്കി മൗസും ഡൊണാൾഡക്കും എല്ലാം നമ്മൾ കാണികളെ സ്വീകരിക്കാൻ അവിടെ നിരയായി കാത്തു നിൽക്കുന്നു. അപ്പോൾ നമുക്ക് ഇന്നലെ അകത്തേക്കൊന്ന് കയറിയാലോ? അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളിലേക്ക് കടക്കാം. അപ്പോൾ എല്ലാവരെയും ഞാൻ ഇൻവൈറ്റ് ചെയ്യാണ് സന്ധ്യാസ് വ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്കും അതുപോലെ തന്നെ എറണാകുളത്തപ്പൻ ഗ്രൗണ്ടിൽ നടക്കുന്ന ഡിസ്നി ലാൻഡ് ഷോയിലേക്കും. അപ്പോൾ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തുകൂടി അകത്തേക്ക് പ്രവേശിക്കുകയാണ്. അകത്തേക്ക് കയറുമ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് വിശാലമായൊരു മുറിയാണ്. പച്ച പരവതാനി വിരിച്ച ഈ മുറിയിൽ ഒരുപാട് പക്ഷികളും ഇവിടെയുണ്ട്. അവർണ്ണനീയമായ ഈ പക്ഷികളെല്ലാം നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ സ്വർണ്ണ നിറത്തിലുള്ള ഇലകളുള്ള ഒരുപാട് മരങ്ങളും നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. ഈ കൂടിൽ കാണുന്നതാണ് സ്വർണ്ണക്കോഴിയാണിത്. പിന്നെ സ്വർണ്ണക്കോഴീനെ കണ്ട് മുന്നോട്ടേക്ക് നടക്കുമ്പോൾ നമ്മൾ കാണുന്നത് ഒരു മരം നിറയെ പക്ഷികളാണ് കേട്ടോ. അതുകൂടാതെ ഇപ്പുറത്തെ സൈഡിൽ നമ്മൾ കാണുന്നത് ഇഗ്വാന എന്ന് പറയും. അത് ഓന്തിൻ്റെ വേറൊരു വെറൈറ്റിയാണ്. ഇതിനകത്ത് സൂക്ഷിച്ച് നോക്കിയാൽ ഒരുപാട് ഓന്താണ് കേട്ടോ. ഇത് കണ്ടോ, നിലത്തൊക്കെ ഓന്താണ്, വലിയ വലിയ ഓന്തുകളാണ്. അത് നിലത്ത് തന്നെ ഒരു 4-5 എണ്ണം ഉണ്ട്. പിന്നെ അത് കൂടാതെ ഈ ഒരു ചെറിയൊരു കമ്പ് കണ്ടോ, ആ കമ്പിൻ്റെ മുകളിൽ എല്ലാം ഓന്തുകളാണ് ഇരിക്കുന്നത് കേട്ടോ. അവിടെ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കണുണ്ടോ, ഒരു പല്ലിയെ പോലെ, അതെല്ലാം ഓന്തുകളാണ്. അതൊക്കെ കണ്ടിങ്ങനെ നമ്മൾ നടക്കുവാണ്. അത് കഴിഞ്ഞ് കുറച്ചുകൂടി മുന്നോട്ടേക്ക് നടക്കുമ്പോൾ നല്ല സ്വർണ്ണ കളറുള്ള ഇലകളുള്ള മരങ്ങളാണ് നമ്മൾ കാണുന്നത്. മുന്നോട്ടേക്ക് നമുക്കിങ്ങനെ നടക്കാൻ നടപ്പാതെയൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. അതിലൂടെ മുന്നോട്ടേക്ക് പോകുമ്പോൾ കാണുന്നത് കണ്ടോ, 2 വലിയ ആമകളാണ് കേട്ടോ. എന്ത് വലിയ ആമയാന്ന് നോക്കി, 2 എണ്ണം കേട്ടോ അതുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് മുന്നോട്ടേക്ക് പോകുമ്പോൾ ഒരു ചെറിയൊരു അരുവി പോലെയുണ്ട് കേട്ടോ. ഈ അരുവിയിൽ നമ്മൾ നോക്കിയാൽ ഒരുപാട് മീനുകൾ ഇതിൽ കൂടി ഇങ്ങനെ പോകണം നമുക്ക് കാണാം കേട്ടോ. ഈ അരുവി ഉണ്ടല്ലോ, ഈ ഒരു എക്സിബിഷൻ സെൻറ്ററിൻ്റെ എല്ലാ മുറികളിലും ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടോ, ഒരുപാട് കാർപ്പ് മീനുകളാണ് ഇതിനകത്തുള്ളത്. ഇത്രയും മാത്രമല്ല കേട്ടോ, അതേ നോക്കും. അങ്ങോട്ടേക്ക് നമ്മൾ നടക്കുന്തോറും ഈ അരുവിയിൽ മീനുകൾ ഒരുപാട് കൂടിക്കൂടി വരുവാണ്. ഈ അരുവി നല്ലൊരു ഭംഗിയാണ് കാണാൻ. പിന്നെ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഒരാൾ ഇവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. ഇത് ആരാന്നറിയോ? പഞ്ഞിക്കെട്ട് മുയൽ. ഇത്രയും വലിയതാണ് കേട്ടോ അത്. പിന്നെ ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ മാക്കോ ഉണ്ട്. മീനുകൾ ഒരുപാടുണ്ട് കേട്ടോ ഈ അരുവിന്. ഈ ഭാഗത്തേക്കൊക്കെ പോകുമ്പോൾ മീനുകൾ കൂടിക്കൂടി വരുവാണ്. അത് നല്ല രീതിയിലുള്ള ഫിൽറ്ററും കാര്യങ്ങളും എല്ലാം ഉള്ളതുകൊണ്ട് നല്ല ഭംഗിയായത് കാണാൻ കേട്ടോ. എന്തോരം മീനുകളാണെന്നറിയും. അപ്പോൾ ഒരു പാടത്തിൻ്റെ നടുക്ക് കൂടുതൽ അരുവിയിൽ ഈ മീനുകൾ പോകുന്ന പോലത്തെ ഒരു ഫീലിംഗ് ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പുറത്തും ഇപ്പുറത്തും പുൽത്തകടികളാണ് കണ്ടോ. വെള്ളമൊക്കെ ഇങ്ങനെ നീറ്റാക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുകയാണ്. അതുകൊണ്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഈ അരുവി ഈ ഒരു എക്സിബിഷൻ ഹാളിൻ്റെ മൊത്തം ഏരിയയിൽ കൂടി ഇങ്ങനെ കവർ ചെയ്തുകൊണ്ട് പോരുവാണ് കേട്ടോ. ഇത് കഴിഞ്ഞ് നമ്മൾ മുന്നോട്ടേക്ക് വീണ്ടും പോകുമ്പോൾ മീനുകൾ ഇങ്ങനെ കൂട്ടമായി കൂടി വരുന്ന കാഴ്ചയാണ് നമ്മൾ ഓരോ സൈഡിലും കാണുന്നത്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ സന്തോഷം തരുന്ന കാഴ്ചകൾ തന്നെയാണ് ഈ ഡിസ്നി ലാൻഡ് ഷോയിലുള്ളത് കേട്ടോ. പ്രധാനമായും ഈ പേര് അന്വർത്ഥമാക്കുന്ന രീതിയിലുള്ള ഷോ അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇപ്പം നമ്മൾ കണ്ടത് മാക്കോയിനെയാണ്. അത് കഴിഞ്ഞിട്ട് ഈ ഒരു ചെടി കണ്ടോ, ഇത് നിറച്ച് പക്ഷികൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. വീണ്ടും നമ്മൾ മുന്നോട്ടേക്ക് പോകുവാണ്. അപ്പോൾ ഇങ്ങനെ ഒരു കുഞ്ഞ് പാലം പോലെയുണ്ട് കേട്ടോ. ഈ പാലത്തിൽ കൂടി ഇങ്ങനെ നമ്മൾ നടന്നിറങ്ങുമ്പോൾ ഈ പാലത്തിൻ്റെ സൈഡിൽ കൂടി വീണ്ടും ആ അരുവി ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ. നല്ല രസമാണ് കേട്ടോ ഇവിടെ കൂടി നടക്കാനായിട്ട്. കണ്ടോ, പല കളറിലുള്ള മരങ്ങളെല്ലാം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഇതെല്ലാത്തിനും പക്ഷികൾ നിരന്നിരിക്കുവാണ്. അത് ഞാൻ കാണിച്ചു തരാം. ഞാൻ ക്ലോസ് എടുത്ത് കാണിച്ചു തന്നാലേ മനസ്സിലാവുള്ളൂ. ഇവിടെ എല്ലാം നമ്മൾ നടക്കുന്ന സ്ഥലത്ത് എല്ലാ പക്ഷികളാണ്, പ്രാവുകളും എല്ലാം ഉണ്ട്. ഇത് കണ്ടോ, ഞാൻ ഇതിൻ്റെ സൗണ്ട് ഞാൻ മ്യൂട്ട് ചെയ്യാതെ കേൾപ്പിച്ച് തരാം കേട്ടോ.
അതിനുശേഷം നമ്മളിത് മുന്നോട്ടേക്ക് നടക്കുമ്പോൾ കോഴിക്കുഞ്ഞുങ്ങളാണ് കേട്ടോ. നമ്മളൊക്കെ പണ്ട് കണ്ടിട്ടില്ലേ പല കളറുള്ള കോഴിക്കുഞ്ഞുങ്ങൾ, അതുങ്ങളാണ് ഈ കാണുന്നത്. പിന്നെ ഇത് അടുത്തൊരു മരമുണ്ട്, ഇതിലും ഇതേപോലെ തന്നെ കുഞ്ഞടക്കാക്കുരുവികളെല്ലാം ഉണ്ട്, കാണാൻ സാധിക്കുന്നുണ്ടാവും അല്ലേ? അതേ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ചെറിയ ചെറിയ അടയ്ക്കാക്കുരുവികളുണ്ട് കേട്ടോ ഈ ഇതിനകത്ത്. ആ ഭാഗത്തുകൂടിയും നമ്മുടെ അരുവി ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്, അതിലൂടെ കുറേ മീനുകളും ഒഴുകി പോകുന്നുണ്ട്. ഈ പക്ഷികൾക്കെല്ലാം കൊടുക്കാനുള്ള തീറ്റ ഇങ്ങനെ ഒരു ചെറിയൊരു ട്രെയിലാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. അവരിങ്ങനെ പറന്ന് നടക്കുന്നു, ആവശ്യമുള്ള പോകുന്ന തീറ്റ കഴിക്കുന്നു, അവന് പോകുന്നത്. ഇതിലെല്ലാം അടയ്ക്കാക്കുരുവികളാണ് കേട്ടോ. കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല, ഒരുപാട് പക്ഷികൾ ഈ മരച്ചില്ലകളിലെല്ലാം ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഓപ്പൺ സ്പേസ് ആക്കി ഇട്ടേക്കുവാണ് കേട്ടോ. നമ്മൾ നടക്കുമ്പോൾ പക്ഷികൾ ഇങ്ങനെ നമ്മുടെ മുകളിൽ കൂടെയൊക്കെ പറന്ന് അവരും അങ്ങനെ സ്വാതന്ത്ര്യമായിട്ട് നടക്കുന്നൊരു കാഴ്ചയാണ് നമ്മളീ കാണുന്നത്. ആ പക്ഷികളുടെ മരച്ചില്ലയുടെ താഴത്ത് നിന്ന് ഞാനൊരു ഫോട്ടോ ഒക്കെ എടുക്കാൻ മറന്നില്ല കേട്ടോ. നല്ല രസമില്ലേ ഈ ഒരു പച്ചയിൽ എൻ്റെ മഞ്ഞ ഡ്രസ്സും കൂടി ആയപ്പോൾ എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നി. പിന്നെ മുന്നോട്ടേക്ക് നടക്കുമ്പോൾ കണ്ട കാഴ്ച ഈ മാക്കോവിന് ഇങ്ങനെ കയ്യിലെടുത്ത് പിടിക്കാം കേട്ടോ. 3 ഐറ്റം കയ്യിലെടുത്ത് പിടിക്കുന്നതിന് 100 രൂപയാണ്. പാമ്പും ഉണ്ട്, അതുപോലെ നമ്മുടെ ഇഗ്വാന ഓന്തുണ്ടല്ലോ അത്, പിന്നെ അതേപോലെ തന്നെ ഈ ഒരു തത്തമ്മ, ഇതിനെ 3നെയും കൂടി പിടിക്കുന്നതിന് 100 രൂപയാണ് ചാർജ്. ഈ ഒരു ഇതിനകത്ത് വെള്ളപ്പാമ്പാണ് കേട്ടോ. ഒരു ഉപദ്രവം ഒന്നും ചെയ്യില്ലെന്ന് അവർ പറയുന്നുണ്ട്. വെള്ളപ്പാമ്പാണിത്. അപ്പോൾ ഒരുപാട് ആളുകൾ ഇങ്ങനെ വന്നിട്ട് ആ പാമ്പിനെയൊക്കെ കയ്യിലെടുത്ത് പിടിക്കുന്നുണ്ട്. പാമ്പിനെയും അതുപോലെ ഓന്തിനെയും കൈ പിടിക്കാം, അതേപോലെ തത്തമ്മേനെയും കൂടി പിടിക്കുന്നതാണ്. ഒറ്റൊരു ചാർജാണ് 100 രൂപ. പക്ഷേ എനിക്ക് വലിയ ആഗ്രഹം കൊണ്ട് ഈ തത്തമ്മേനെ പിടിക്കുന്നത്, പക്ഷേ പാമ്പിനെയും ഈ ഓന്തിനെയും എനിക്ക് പിടിക്കാൻ പേടിയാണ്, അതുകൊണ്ട് ഞാൻ പിടിച്ചില്ല. ഞാൻ ആഗ്രഹിച്ചത് ഈ തത്തമ്മേനെ പിടിച്ചു കേട്ടോ. ഒരു പാവം തത്തമ്മ കേട്ടോ, അത് മാക്കോന്ന് അതിൻ്റെ പേര് കേട്ടോ. ഒരു ഉപദ്രവവും ഇല്ല, പാവമാണ് കേട്ടോ. അപ്പോൾ അതിനെയൊക്കെ പിടിച്ചു. അതൊക്കെ കഴിഞ്ഞത് അടുത്ത റൂമിലേക്ക് നമ്മൾ വന്നപ്പോൾ നമ്മുടെ ഈ ഷോയിനെ അന്വർത്ഥമാക്കുന്ന രീതിയിലുള്ള കാഴ്ചകളാണ് ഇവിടെ ഞാൻ കണ്ടത്. മിക്കി മൗസും ഡൊണാൾഡ് ഡക്കും എല്ലാം നമ്മളെ സ്വാഗതം ചെയ്യാനായിട്ട് നിൽക്കുവാണ്. ഈ ഒരു ഭാഗത്തിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആർക്കായിരിക്കും അറിയോ? നമ്മുടെ കുഞ്ഞു മക്കൾക്കായിരിക്കും കേട്ടോ. അവർക്കത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യും. എൻ്റെ മോള് വളരെയധികം എൻജോയ് ചെയ്തു, കാരണം അവളുടെ സങ്കല്പത്തിലുള്ള മിക്കി മൗസും ഡൊണാൾഡ് ഡക്കും ഒക്കെ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അവർ കുട്ടികളെ കാണുമ്പോൾ ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുകയും അവരുടെ കൂടെ ഡാൻസ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് വളരെ സന്തോഷമായ കാഴ്ച തന്നെയായിരുന്നു. എൻ്റെ മോൾ ഉൾപ്പെടെ ഒരുപാട് കുട്ടികൾ ഈ മിക്കി മൗസിൻ്റെയും ഡൊണാൾഡ് ഡക്കിൻ്റെയും കൂടെയൊക്കെ ഡാൻസ് ചെയ്യുന്നത് നല്ല രസമായിട്ട് തോന്നി കേട്ടോ കണ്ടപ്പോൾ. ഈ ഡിസ്നി ലാൻഡിൻ്റെ അകത്തുള്ള ഈ കാഴ്ചകൾ തന്നെ ഭയങ്കര ഭംഗിയാണ് കേട്ടോ. ചുറ്റും പൂക്കളൊക്കെ വെച്ച് പഞ്ഞിയൊക്കെ ഇട്ട് നല്ലൊരു പ്രത്യേക ഭംഗി, ഒരു ഡിസ്നി ലോകം അത് അന്വർത്ഥമാക്കുന്ന രീതിയിൽ തന്നെയായിരുന്നു ഇതിനകത്തെ കാഴ്ചകളും. ഒരുപാട് കാർട്ടൂൺ കഥാപാത്രങ്ങൾ ഈ കുഞ്ഞുങ്ങളുടെ ഒപ്പം ഡാൻസ് ചെയ്യുന്നതൊക്കെ നല്ല രസമായിരുന്നു കാണാൻ കേട്ടോ. എൻ്റെ മോളും കുറേ നേരം ഡാൻസ് ചെയ്യുകയൊക്കെ ചെയ്തു കേട്ടോ. ഞാൻ പറഞ്ഞ പൂക്കളൊക്കെ ഇതാണ് കണ്ടോ, വെള്ളപ്പൂക്കളൊക്കെ താഴത്തിങ്ങനെ പഞ്ഞിയൊക്കെ കൊണ്ട് ഇങ്ങനെ നിറച്ചൊരു എന്താ പറയുക മേഘങ്ങൾ, അങ്ങനെ ഒരു ഭംഗിയാണ് അവിടെ കാണുന്നത്. പക്ഷെ പഞ്ഞിയൊക്കെ വെച്ച് നല്ല നല്ല വെള്ളപ്പൂക്കളും കണ്ടല്ലോ അവനെ കാഴ്ചകളും. ആ ഒരു ആംബിയൻസ് തന്നെ ശരിക്കും ഡിസ്നി ലാൻഡിനെ നമ്മുടെ മനസ്സിലേക്ക് ഓർപ്പിക്കുന്ന രീതിയിൽ തന്നെയായിരുന്നു. പിന്നെ ഒരുപാട് ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സും മഞ്ഞ അതുപോലെ പച്ച കളർ പൂക്കളും എല്ലാം കൊണ്ടും ശരിക്കും ഒരു ഡിസ്നി ലാൻഡ് എങ്ങനെയാണ് അതുപോലെ തന്നെയായിരുന്നു. പിന്നെ അടുത്ത റൂമിലേക്ക് ചെല്ലുമ്പോൾ നമുക്ക് ഫോട്ടോ ഫ്രെയിമിൽ പല പല ഫോട്ടോസ് എടുക്കാൻ പറ്റുന്ന രീതിയിലായിരുന്നു. ഒരു അരയന്നവും കുഞ്ഞും അവിടേക്ക് ഇരുന്ന് നമുക്ക് നല്ല നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും. ഫ്രെയിം അതുപോലെ ഇപ്പോൾ ഇത് കണ്ടോ, ഒരു മീനിനകം അതിനകത്ത് നിന്ന് ഫോട്ടോ എടുക്കാം. അങ്ങനെ ഒരു ഫോട്ടോ ഫ്രെയിംസ് ഒരുപാടുള്ള സ്ഥലമായിരുന്നു അടുത്ത മുറി. പിന്നെ ഈ പൂക്കളുടെയൊക്കെ സൈഡിൽ നിന്ന് ഫോട്ടോ എടുക്കാം. അങ്ങനെ നമുക്കൊരു ബാക്ക്ഗ്രൗണ്ട് ഒരു വ്യത്യസ്തമായ രീതിയിൽ ആക്കുന്ന തരത്തിലുള്ള രീതിയായിരുന്നു അടുത്ത മുറിയിലുള്ളത്. പിന്നെ ഇവിടെ അതുപോലെ തന്നെ ബട്ടർഫ്ലൈൻ്റെ ഒരു വലിയൊരു പടം വെച്ചിട്ടുണ്ട്. അതിൻ്റെ നടുക്ക് നമ്മൾ നിന്ന് കഴിഞ്ഞ് കൈ ഇങ്ങനെ അപ്പുറത്തും ഇപ്പുറത്തും വെച്ചാൽ ചിത്രശലഭത്തിൻ്റെ നടുക്കുള്ള ആ ഒരു ഭാഗമായി നമ്മൾ മാറും. അങ്ങനെ അതേപോലെ തന്നെ പിന്നെ ഇതേപോലെ ഒരു പക്ഷിയുടെ വലിയ ചിറക് നടുക്ക് നമുക്ക് നിൽക്കാം. അതുപോലുള്ള കുറേ കാര്യങ്ങളാണ് അടുത്ത റൂമിലുണ്ടായിരുന്നത്. പിന്നെ ഇത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും നമ്മൾ സാധാരണ കാണുന്ന പോലെ നമ്മളൊരു എക്സിബിഷനൊക്കെ വന്നു കഴിയുമ്പോൾ ഒരുപാട് കടകളുണ്ടാവുമല്ലോ, അതൊക്കെയാണ് ഈ കാണുന്നത്. അപ്പോൾ അതിലൊക്കെ കൂടി ഞാനിങ്ങനെ നടന്നു, പ്രത്യേകിച്ചൊന്നും വാങ്ങിയൊന്നുമില്ല, അതൊക്കെ ഇങ്ങനെ കണ്ട് നടക്കുവാണ്. അതുപോലെ തന്നെ ഒരുപാട് ഐറ്റംസ്, ഫുഡ് ഐറ്റംസ് ഒക്കെ ഇവിടെ വിൽക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ എല്ലാ എക്സിബിഷൻ സെൻറ്ററിലും സ്ഥിരമായി കാണുന്ന കാഴ്ചകൾ തന്നെയാണ്. അതെല്ലാം ഇങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ കണ്ട് നടക്കുവാണ് കേട്ടോ. അപ്പോൾ എനിക്കറിയാം ഇങ്ങനെ എക്സിബിഷൻ സെൻറ്ററിൽ വരുമ്പോൾ എൻ്റെ വ്യൂവേഴ്സിനെ അറിയാമല്ലോ, ഞാൻ ഏറ്റവും കൂടുതലായിട്ട് കഴിക്കുന്നത് എന്താ, കരിമ്പിൻ ജ്യൂസ് ആണല്ലോ അല്ലേ. അപ്പോൾ അതേ കരിമ്പിൻ ജ്യൂസ് ഉണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കൂടാതെ നല്ല കോളിഫ്ലവറൊക്കെ ഇവിടെ വറുത്ത് കിട്ടുമല്ലോ, എനിക്കിഷ്ടമാണ് കേട്ടോ. എക്സിബിഷൻ സെൻറ്ററിലേക്ക് കോളിഫ്ലവർ കഴിക്കാനുള്ളത് ഭയങ്കര ടേസ്റ്റി അല്ലേ. അപ്പോൾ അതേ നമ്മൾ ഈ എക്സിബിഷനിൽ ഓരോ കാഴ്ചകൾ കണ്ട് ഒരുപാടുണ്ട് കേട്ടോ, ഒരുപാട് കാഴ്ചകളുണ്ട്. കണ്ട് നടക്കാൻ നമുക്ക് ആവശ്യമുള്ള വേണമെങ്കിൽ വാങ്ങിക്കുകയും ചെയ്യാം. ഞാൻ പിന്നെ പ്രത്യേകിച്ചൊന്നും വാങ്ങിച്ചില്ല.
പിന്നെ മോളിവിടെ ചെറിയൊരു പേനയൊക്കെ വാങ്ങിച്ചു, ഒരു വെറൈറ്റി ആയിട്ടുള്ള പേന കേട്ടോ, ലിപ്സ്റ്റിക്ക് പോലെ ഇരിക്കും, പക്ഷെ അത് പേനയാണ്, അങ്ങനത്തെയൊക്കെ വാങ്ങിച്ചു. അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു ഐറ്റംസ് അതാണ് വാങ്ങിച്ചത്. പിന്നെ നേരെ നടക്കുമ്പോൾ നമ്മുടെ ഫുഡ് കോർട്ട് പോലെ എത്തി. അവിടെ ബജ്ജിയും അതുപോലെ കോളിഫ്ലവർ വറുത്തതും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അതൊക്കെ സ്ഥിരമായിട്ട് എല്ലാ എക്സിബിഷൻസിനും നമ്മൾ കാണുന്നത് തന്നെയാണ്. അങ്ങനെ ഞാൻ വാങ്ങിച്ചു കേട്ടോ. ഇതാണ് ഞാൻ വാങ്ങിച്ച കോളിഫ്ലവറിൻ്റെ ആ ഒരു പ്ലേറ്റാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. അത് വാങ്ങിച്ചു. പിന്നെ ഞാൻ പോയത് എൻ്റെ കരിമ്പിൻ ജ്യൂസിൻ്റെ സെക്ഷനിലേക്കാണ്. കരിമ്പിൻ ജ്യൂസ് ഫ്രഷ് ആയിട്ട് അടിച്ചു തരുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ മുമ്പിൽ വെച്ച് തന്നെയാണ് കേട്ടോ കരിമ്പിൻ ജ്യൂസ് അടിച്ചു തരുന്നത്. കുഴപ്പമൊന്നുമില്ല, നല്ലതായിരുന്നു. അപ്പോൾ അത് ഞാൻ വാങ്ങിച്ചു. അതിനിപ്പുറത്തേക്ക് ഞാൻ നോക്കിയപ്പോഴുണ്ടല്ലോ ഒരു ചേച്ചി പായസം വിൽക്കുന്നു കേട്ടോ. പായസം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ കഴിക്കുന്ന പായസമല്ല, മുളയരി പായസം. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ എക്സിബിഷന് വന്നപ്പോൾ ഞാൻ ഈ മുളയരി പായസം കഴിച്ചിട്ടുണ്ട്. എനിക്ക് ആ ടേസ്റ്റ് ഇപ്പോഴും എൻ്റെ നാവിലുണ്ട്. സാധാ ഒരു പായസത്തിന് ടേസ്റ്റ് അല്ല കേട്ടോ, മുളയരി പായസത്തിന് ഒരു വെറൈറ്റി ടേസ്റ്റാണ്. ആരെങ്കിലും അത് കഴിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ മുളയരി പായസത്തിന്. നമ്മുടെ സാധാ പായസത്തിൻ്റെ പോലെയല്ല, ഭയങ്കര വ്യത്യസ്തമായൊരു ടേസ്റ്റ്. അത് ഞാൻ വാങ്ങിച്ചു കേട്ടോ. പിന്നെ അതെല്ലാം കഴിച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കുട്ടികൾക്ക് കളിക്കാനുള്ള ഷാംബോറിയൻ, പിന്നെ ഇങ്ങനെ പാവയ്ക്കില്ലേ, റബ്ബർ പാവ മോളിൽ നിന്നൊക്കെ ഇങ്ങനെ വീണ് കഴിഞ്ഞാൽ ഒരു കുഴപ്പമുണ്ട്, ഊർന്നിറങ്ങാം, അങ്ങനത്തെയൊക്കെ ഒരുപാട് കളി സാധനങ്ങൾ എല്ലാം ഉണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടു. ഇതിൽ ഷാംബോറിയനിലൊക്കെ എൻ്റെ മോള് കയറി കേട്ടോ. വേറെ ഒന്നിനും ഞാൻ വിട്ടില്ല, കാരണം അതൊക്കെ എനിക്ക് പേടിയാണ്. ഇതാകുമ്പോൾ ഇങ്ങനെ ചാട്ടമല്ലേ ഉള്ളൂ. അങ്ങനെ അതിലൊക്കെ കയറി അങ്ങനെ വളരെ സന്തോഷമായിട്ട് എൻജോയ് ചെയ്തു. അപ്പോൾ ഇതെല്ലാമായിരുന്നു ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും ഞാൻ കരുതുന്നു കേട്ടോ. അപ്പോൾ ആരെങ്കിലും എറണാകുളം ഭാഗത്തുള്ളവരാണെങ്കിൽ മറക്കണ്ട കേട്ടോ. മെയ് 4-ാം തീയതി വരെയുണ്ട് ഈ ഡിസ്നി ലാൻഡ് ഷോ. കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ തീർച്ചയായും കൊണ്ടുവരാൻ മറക്കല്ലേ കുട്ടികൾ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അതേപോലെ തന്നെ എൻ്റെ വ്യൂവേഴ്സിൻ്റെ വാല്യുബിൾ കമൻറ്റ്സ് പറയാനും മറക്കരുത്. അപ്പോൾ എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ്സ് വേണമെങ്കിൽ എനിക്ക് വരുത്തുകയും ചെയ്യാമല്ലോ കേട്ടോ. അപ്പോൾ ഇതെല്ലാമാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ബൈ ബൈ ഫ്രണ്ട്സ്, സ്റ്റേ ഹാപ്പി ഓൾവേസ് ഡിയേഴ്സ്. പിന്നെ ഒരു കാര്യം, ഇപ്പോൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് വിഷുവിൻ്റെ തലേദിവസമാണ്, തലേദിവസം രാത്രിയാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഹൃദയം നിറഞ്ഞ വിഷുദിനാശംസകൾ. ബൈ ബൈ ഫ്രണ്ട്സ്.